വാ മക്കളെ വാ, നമുക്ക് മാങ്ങാണ്ടി ചൂര കറി വെക്കാം. എന്ന് വെച്ചാൽ ചെറിയ ചൂരയ്ക്ക് മാങ്ങാണ്ടി ചൂര എന്നാണ് പറയുന്നത്. ഇത്രയും വലിപ്പമേ ഉള്ളൂ. എല്ലാം വെട്ടിക്കഴുകി വൃത്തിയാക്കി നമുക്ക് ചട്ടി ചൂടായി എണ്ണ ഒഴിക്കാം. നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി ഇവിടെ മൂത്തു. ഒരു 2 സ്പൂൺ മുളക് പൊടി ഇടുക. അതിട്ട് മൂക്കട്ടെ. നമ്മുടെ ഉപ്പും പൊടിയും എല്ലാം ചേർത്ത് അരപ്പ് ഇവിടെ തിളച്ചു. നമ്മൾ മീനെടുത്തിടുകയാണ്. മാങ്ങാണ്ടി ചൂര എന്നാണ് പറയുന്നത്. പിന്നെ ചെറിയ ചൂരയെന്നും പറയും. ഒക്കെ കടച്ചു വെച്ച് വേവിക്കുക. നമ്മുടെ ചൂരക്കറി, മാങ്ങാണ്ടി ചൂരക്കറി ഇവിടെ റെഡിയായി മക്കളെ. സൂപ്പർ കറി, സൂപ്പർ. ഇത് കാണുമ്പം തന്നെ അറിയാം. അതിൻ്റെ കൂടെ കപ്പ വേവിച്ചത് എടുക്കാൻ പോകും. കപ്പ വേവിച്ചത് എടുത്തു. നല്ല കണ്ടത്തിലെ കപ്പ കിട്ടി. മാങ്ങാണ്ടി ചൂരമീൻ കറിയും കൂടെ ഇങ്ങോട്ട് വെക്കുകയാണ്. അടിപൊളി കറിയും അടിപൊളി കപ്പ വേവിച്ചതുമാണ്. എനിക്ക് ചാറ് ഇച്ചിരി ഏറെ വേണം, അതുകൊണ്ടാണ് ഞാനിങ്ങനെ എടുത്തിരിക്കുന്നത്. ഈ മീൻ ചോറിനും ചപ്പാത്തിക്കും എല്ലാം നല്ലതാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തണേ. ഓക്കെ, ബൈ.